ദേശി അദാലത്തിൽ അമീർ ഖാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം അദ്ദേഹം എല്ലാവരെക്കാളും വലിയൊരു ഇഡിയറ്റാണ് എന്നുള്ളതാണ്. അമീർ, ജനങ്ങൾ താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ ബഹുമാനം താങ്കൾക്ക് വളരെയധികം നൽകുന്നു. എന്നാലും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരും അതുപോലെ വിമർശിക്കുന്നവരും താങ്കളൊരു ഭ്രാന്തനാണെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ആളാണെന്ന് പറയാറുണ്ട്, മാഡെന്ന് പറയാറുണ്ട്. ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന വ്യക്തി, ചിലർ പറയുന്ന ഒരു നട്ട് ഊരിയിരിക്കുകയാണ്. അവരീ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. കാരണം എനിക്ക് കുറച്ച് പ്രാന്തുണ്ട് ശരിക്കും പറയണേ. അതായത് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ ഡിസിഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെയധികം ഇംപ്രാക്ടിക്കലായിരിക്കും. അതുകൊണ്ട് കാണുന്നവർക്ക് അതൊരു പ്രാന്തൻ്റെ തീരുമാനമായിട്ടേ തോന്നുള്ളൂ. എനിക്കത് ഇംപ്രാക്ടിക്കലാണെന്നൊക്കെ അറിയാം. ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതെ അവർ പറഞ്ഞത് ശരിയാണെന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ എൻ്റെ മനസ്സും പറയും ഇതൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാൻ നിൽക്കും. ഞങ്ങൾ രംഗദേ ബസന്തി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ രാകേഷ് മെഹ്റ എനിക്ക് ആ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് എപ്പോഴാണോ അദ്ദേഹം എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞത്, അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ആ കഥ വല്ലാണ്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓർമ്മപ്പെടുത്തി, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ഫോർത്ത് ഭഗത് സിംഗ് പിന്നെ ആസാദ്, ഈ 2 സിനിമ ഇപ്പോഴാണ് റിലീസായത്. പക്ഷെ അത് വലിയ രീതിക്ക് ഓടിയില്ല. പിന്നെ ഒരു 2 മാസത്തിൽ അദ്ദേഹം എനിക്ക് ഈ കഥ പറയുവാണ്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ആ സിനിമയെക്കുറിച്ച് തന്നെ ഡിസ്കഷൻ നടത്തുന്നത്. നമ്മളപ്പോൾ 5ാമത്തെ റീമേക്കാണോ ചെയ്യാൻ പോകുന്നത് ഭഗത് സിംഗ് ആൻഡ് ആസാദിനെ കുറിച്ച്? അത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. എൻ്റെ മനസ്സ് ആ സിനിമ ചെയ്യാൻ പറഞ്ഞു പറയുക. ഈവനിങ് എൻ്റെ സിസ്റ്റർ എന്നെ ഫോൺ വിളിച്ചായിരുന്നു ന്യൂയോർക്കിൽ നിന്ന്. അപ്പം ഞാനിന്നൊരു പുതിയ സിനിമ സൈൻ ചെയ്തു എന്നുള്ള കാര്യവും പറഞ്ഞായിരുന്നു ഫാമിലിയിൽ. അതായത് വലിയ സെലിബ്രേഷൻ ആയിരിക്കും ഞാനൊരു പടമൊക്കെ സൈൻ ചെയ്യുമ്പോൾ. അൾട്ടിമേറ്റ്ലി ഞാൻ ആ സിനിമ സൈനും ചെയ്തു. കാരണം ഞാൻ വളരെ ചുരുക്കം സിനിമയെ ചെയ്യുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത് ഏത് സിനിമയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് 5th റീമേക്ക് ഓഫ് ഭഗത് സിംഗ് ആൻഡ് ആസാദ്. പെട്ടെന്ന് സിസ്റ്റർ ചിരിക്കാൻ ആരംഭിച്ചിട്ട് ഷി വാസ് ലൈക്ക് ഡോണ്ട് ജോക്ക് വിത്ത് മീ. അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് വളരെ ഇംപ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇതാണ്, ഡെസിഷൻ ആയിരിക്കും. അതുപോലെ ഞാൻ താരെ ജമീൻ പർ ചെയ്തു. അതായത് ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ മാർക്കറ്റിലുള്ളവർ ചിന്തിച്ചത് എന്ത് സിനിമ ഇവനീ ചെയ്യുന്നത്, ഇത് ഓടുവോ ഓടില്ലയോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവോ. സോ ഇതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ എൻ്റെ ഡെസിഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ, എല്ലാ ഡെസിഷനും നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഇഡിയോട്ടിക് ആയിട്ടായിരിക്കും. താങ്കളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, താങ്കളുടെ കൂടെ പ്രവർത്തിച്ചവരെല്ലാം സൈൻ ചെയ്യാൻ തന്നെ പേടിക്കുകയാണെന്ന് കേട്ടു. താങ്കൾ താരെ സമീനെ പറ്റി പറഞ്ഞു, അതുപോലെ രംഗദേ ബസന്തിയെ പറ്റി പറഞ്ഞു. ഇതിൽ താങ്കൾ ഔട്ട് ആകുമെന്ന് കരുതി. വളരെ കറക്റ്റായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഇതുവരെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷമായിരുന്നു ഞാൻ പുലിവാല പിടിച്ചത്. അതായത് ഞാൻ ഈ 3 ഇഡിയറ്റ്സ് ചെയ്യുന്ന സമയമായിരുന്നു അത്. ഒരു മനുഷ്യൻ സ്വയം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഇഡിയറ്റ് എന്ന് വിളിച്ച് എങ്ങനെയിരിക്കും? നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ എൻ്റെ റിയൽ ഏജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 44. സിനിമയിലാണെങ്കിൽ എനിക്ക് 22. ഇതിനേക്കാൾ വലിയ ധൈര്യം വല്ലതും വേണോ? സോ ഒരു വലിയ സ്റ്റുപ്പിഡ് ഡിസിഷനാണ് എടുത്തേക്കുന്നത്. എന്താ നടക്കുന്നത് നിങ്ങൾ തന്നെ നോക്കിയിരുന്നു പറ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ താങ്കൾക്ക് 22 വയസ്സാണെന്നാണ് പറയുന്നത്. ഇല്ലല്ല, ഞാൻ എങ്ങോട്ട്. ആക്ച്വലി ഞാൻ ഷൂട്ടിങ്ങിനുള്ള സമയത്ത് 3 ഇഡിയറ്റ്സിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഡയറ്റിൽ വളരെ സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്നു. ഇപ്പം നല്ലപോലെ കുടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. താങ്കൾ ധാരാളം കഴിക്കുകയും കുടിക്കുകയും ചെയ്തു ഗജനി സിനിമയ്ക്ക് വേണ്ടി. കുടിച്ച ആഹാരം കഴിച്ച് നന്നായിട്ട് അടിക്കുകയും ചെയ്തു. അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ആക്ഷൻ ചെയ്യാൻ പോകുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ഒരാൾ പോലും വിശ്വസിച്ചില്ല. എല്ലാവരും ചോദിച്ചത് നീ എങ്ങനെ ആക്ഷൻ ചെയ്യുമെന്നായിരുന്നു. 20 പേരെ നീ തല്ലിയ പബ്ലിക് എങ്ങനെ നിന്നെ അക്സെപ്റ്റ് ചെയ്യുക, അതൊന്നും വിശ്വസിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ ബോഡി ബിൽഡ് ചെയ്യുവാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെക്കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാന്ന്. ഇതും ഒരു വലിയ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഡെസിഷനാണ്. സോ സിനിമയുടെ ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്തു. എങ്ങനെയാണ് ചെയ്തത്? ആക്ച്വലി വെയ്റ്റ് ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ. ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഞാനൊരു നല്ല ട്രെയിനറെ സെലക്ട് ചെയ്തു. അപ്പം ഞാനതൊക്കെ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത അടുത്ത സെക്കൻഡ് എനിക്കത് റിയലൈസായി ഞാൻ കൈവച്ചിട്ടുള്ളത് വളരെ കഷ്ടമായിട്ടുള്ളൊരു പണിയാണ്. കാരണം
ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് കാര്യമല്ല. ഇറ്റ് ടേക്സ് 4-5 years ടു ഡെവലപ്പ് എ ബോഡി റെഗുലർ പ്രോപ്പർ ഫിസിക്. 4-5 വർഷം എടുക്കും. പക്ഷേ ഇപ്പോൾ ഷൂട്ടിങ്ങിന് അത്ര സമയവുമില്ല. ഞാൻ വളരെ ക്രേസി ആയിട്ടാണ് ആ കാര്യം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു ദിവസം 3-3.5 മണിക്കൂറോളം ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് വളരെ സ്ട്രെയിൻ ആയിട്ടുള്ളൊരു വർക്കൗട്ടായിരിക്കും. ആഴ്ചയിൽ 6 days ഞാൻ വർക്കൗട്ട് ചെയ്യും. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യം പഠിച്ചിരുന്നു. ഈ ബോഡി ബിൽഡിങ്ങിൽ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. പിന്നെ റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. 8 മണിക്കൂർ സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ് നമുക്ക് ആ ഫിസിക്ക് വേണമെങ്കിൽ. എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എത്രത്തോളം ചെയ്യും, എത്രത്തോളം അത് ബിൽഡ് ചെയ്തെടുക്കുമെന്ന്. എങ്ങനെയോ അത് ഫൈനലി ഒരു ദിവസം സംഭവിച്ചു. വളരെ നന്നായിട്ട് വന്നിരുന്നു, ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതെ. ഇപ്പോ ഒരു 15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. താങ്കൾ ഒന്നും മറക്കില്ലല്ലോ അല്ലേ? നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞേ പറ്റുള്ളൂ രജിത് സാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ്. കാരണം ഞാൻ ഈ ഗജനി സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ മെമ്മറി എന്ന് പറയുന്നത് അതിനു മുമ്പ് വളരെ കറക്റ്റായിരുന്നു, ഷാർപ്പായിരുന്നു. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഗജനി സിനിമ ചെയ്തതിന് ശേഷം എൻ്റെ മെമ്മറി വളരെ വീക്കായി. ചിലവരുടെ പേര് എനിക്ക് ഓർമ്മയിലുണ്ടാവില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള കാര്യം സഹിതം ഞാൻ മറക്കും. ഞാൻ ആരെങ്കിലും പോയി ഫോൺ വിളിച്ചാൽ വേറെ ആരെങ്കിലും സംസാരിക്കുക, അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ വേറെ ആരെയോ വിളിച്ചേക്കുന്നതെന്ന്. സോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ പേരൊക്കെ ശരീരത്തിൽ എഴുതി വെച്ചില്ലേ? പിന്നെ ഫോൺ നമ്പർ ഇപ്പൊ അതാ സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ ഇതുപോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അതായത് ലഗോൺ ചെയ്തപ്പോ ആ സമയത്ത് വളരെ വ്യത്യസ്തമായ സിനിമകളെ ഓടാറുള്ളൂ, ഫാഷനബിൾ സിനിമയെ ഓടാറുള്ളൂ. കൂടുതൽ സിനിമകളും സ്വിറ്റ്സർലൻഡിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അതുപോലെ ഹീറോയിനും മോഡേൺ ആയിരിക്കും. ആ സമയത്ത് ലഗാൻ ചെയ്യാൻ താങ്കൾ തീരുമാനിച്ചു. അപ്പോ തീർച്ചയായിട്ടും ആരെങ്കിലും ചോദിച്ചു കാണില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഐ തിങ്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഇവൻ എന്ത് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയായി കാണിക്കുന്നത്, നീ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, ഇതൊന്നും ചെയ്യല്ലേന്നാണ് അവർ പറഞ്ഞത്. ജാവേദ് സാർ ലിറിക്സ് എൻ്റെ സിനിമയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിരുന്നു. ആശുതോഷ് കഥ പറയാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട് അമീർ ഞാൻ നിന്നെ പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാര്യം പറയാനായിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ മോശമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഞാൻ വളരെ വർഷങ്ങളായിട്ട് കേട്ടിട്ടില്ല. ഇന്ന് ഞാനത് കേട്ടു എന്നും പറഞ്ഞു. ഇത് വളരെ മോശമായ ഒരു സ്ക്രിപ്റ്റാണ്, ഇത് ഇപ്പോൾ തന്നെ ഫ്ലോപ്പ് ആവുമെന്ന് പറഞ്ഞു. സോ പ്ലീസ് ഞാൻ നിങ്ങളുടെ ഒരു വെൽവിഷറാണ്, സോ ഈ സിനിമ ചെയ്യല്ലേന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനുശേഷം വല്ലാണ്ട് പേടിച്ചുപോയി. കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഉടനെ നിങ്ങളുടെ വീട്ടിലോട്ട് പെട്ടെന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി ഒരു 3-4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. എന്താ പറയാൻ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു റൂളായിട്ട് അത് ഫോളോ ചെയ്യുള്ളൂ. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സ്പോർട്സിൻ്റെ സിനിമ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ റൂൾസ് ഉണ്ടോ ഈ സിനിമയിലുള്ള എല്ലാ റൂൾസും, മെയിൻ സ്ക്രീൻ സിനിമയിലുള്ള എല്ലാ റൂൾസും നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമ വളരെ ഡേഞ്ചറസ് സിനിമയാണെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ജാവേദ് സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ്, തെറ്റല്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു നല്ല സിനിമയാണ്, ഇത് ചെയ്യണമെന്ന്. ഞാൻ ഇതെങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ സിനിമയുടെ ലിറിക്സ് പോലും എഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് റിക്വസ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് സൂസൈഡ് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ അതിനെ സഹായിക്കാമെന്നാണ്. പക്ഷെ ആ സിനിമ റിലീസിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ 15 വർഷങ്ങളിൽ താങ്കൾ 14 സിനിമകളാണ് എടുത്തത്. അതിൽ 13 പടം ഓടി. അതിലൊരു സിനിമയ്ക്ക് താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടു. മീശയൊക്കെ വളർത്തി, മുടി നീട്ടി വളർത്തി. മംഗൾ പാണ്ഡെ പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏതോ ഒരു സ്ഥലത്ത് നരേഷനിൽ നോക്കുവാണെങ്കിൽ കുറച്ച് മിസ്സായിരിക്കാം, കഥ കറക്റ്റായിരിക്കില്ല. പക്ഷേ ആ കഥ എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. കാരണം ആ കഥ നമുക്ക് ഫ്രീഡത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫ്രീഡത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ ഇന്ത്യയിലുള്ള മനുഷ്യരെല്ലാവരും വളരെ വീര്യം കൂടിയവരായിരിക്കും. ഇപ്പം നിങ്ങൾ ഫ്രീഡമിൽ നോക്കുമായിരുന്നെങ്കിൽ ബ്രിട്ടീഷിൽ വെള്ളക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നു. അവരെ ഇവിടുന്ന് നമ്മൾ ആക്രമിച്ച് അയക്കാനാണ് നോക്കിയത്. ആ സിനിമയിൽ അത് ഉണ്ടാവില്ല. കാരണം ഹിസ്റ്റോറിക്കലി മംഗൾ പാണ്ഡെ വാസ് ഹാങ്ഡ്. അത് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. കാരണം ഓഡിയൻസ് എല്ലാവർക്കും അതിൽ ഡിസപ്പോയിൻമെൻ്റ് ആവും.
ചിലപ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിലും. ഒരു പക്ഷേ നിങ്ങൾ ആ സിനിമ കണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറയൂ. അല്ല, നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതെൻ്റെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലും ഓടാത്ത ഒരു സിനിമ. ആ സിനിമ എന്തോ ഒരു ലെവലിലാണ് ബിസിനസ് ആയെന്ന് വെച്ചാൽ എൻ്റെ നന്നായിട്ട് ഓടിയ സിനിമകളെക്കാൾ ഇത് 2-3% കൂടുതലായിരുന്നു. എൻ്റെ ഓടാത്ത സിനിമ ഇത്രയും ബിസിനസ് എനിക്ക് തന്നത് വളരെ സന്തോഷമാണ്. ഞാൻ യഥാർത്ഥത്തിൽ താങ്കൾ തോറ്റുപോയതിനെ കുറിച്ചല്ല, താങ്കളുടെ ആ ഭ്രാന്തിനെ കുറിച്ചാണ്. ആക്ച്വലി ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. അതെ, ഞാനൊരു ബെറ്റ് വെച്ചിരുന്നു പറയൂ. പല വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാ, ഒരു പെണ്ണിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി താങ്കൾ ശരീരം മുഴുവനും വാക്സിൻ ചെയ്തെന്നാണ്. ശരിയാണ്. അതെ. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. മംഗൽ പാണ്ഡ്യയിൽ നോക്കുകയാണെങ്കിൽ മീശയും വലിയ മുടിയൊക്കെ ഞാൻ വളർത്തിയതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഗുലാം എന്നുള്ളൊരു സിനിമ. ആ സിനിമയിൽ താങ്കൾ ഓടുന്ന ട്രെയിനിന്റെ മുന്നിൽ ചാടി അവസാനം രക്ഷപ്പെടുന്ന സീനാണ്. അതെ. അത് ശരിക്കും എൻ്റെ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല. ഇതുപോലെ എത്രയോ ചെയ്തിട്ടുണ്ട്. രാജാ ഹിന്ദുസ്ഥാനിൽ താങ്കൾ വോഡ്ക കുടിക്കുന്ന ഒരു സീനുണ്ട്. ജനറലായിട്ട് താങ്കൾ മദ്യപിക്കാറില്ല, എന്നാലും കുടിച്ചു. അതെ, ആ സീൻ ഉണ്ടായിരുന്നു. അതായത് കുടിച്ചിട്ട് വന്ന ആ രാജ എന്ന് പറയുന്ന ക്യാരക്ടർ എമോഷണൽ ആയേക്കും. കുടിച്ചിട്ട് വന്നിട്ട് അവൻ പാർട്ടിയിൽ എല്ലാവരുടെ മുന്നേ. അതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. സോ കുടിക്കാണ്ട് എങ്ങനെയാ ഈ സീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഒരു മോശപ്പെട്ട ഷോട്ട് കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഒരുപക്ഷെ ഒരു മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കുടിക്കാത്തവനായിരുന്നു ഞാൻ, ആ സീൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഡയറക്ടറെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ കുടിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് പൂസ് ഓട്ടോമാറ്റിക്കലി തലയ്ക്ക് കയറുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, ആക്ട് ചെയ്യണ്ടല്ലോ. സോ പരിപാടിയെല്ലാം എളുപ്പമായിരിക്കുമല്ലോ. സോ അദ്ദേഹത്തിനൊരു പേടി, അറിയാണ്ട് നിങ്ങളെങ്ങനെ കുടിച്ചിട്ട് പാമ്പായി അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയാലോ സെറ്റിലെന്ന്. ഒരുപക്ഷെ പാമ്പായി പോയാൽ ആരെ വെച്ച് ഷൂട്ടിംഗ് എടുക്കുമെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ശരി, കുടിച്ചിട്ട് എന്താ ചെയ്യുമെന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഒരു ഫുൾ ബോട്ടിൽ ഇതാ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുള്ള് ഞാൻ കുടിച്ചു തീർത്ത്. ആ ദിവസം മുഴുവനും ഷൂട്ടിംഗ് സംഭവിച്ചു. ഷൂട്ടിംഗ് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എവറി ഹാഫ് ആൻ അവർ പോയി ആ പയ്യൻ ആ ഗ്ലാസ് എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നവരും. പിന്നെ ആദ്യം 2 ഗ്ലാസ്സിന് ശേഷം ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം എനിക്ക് ആ ശീലമില്ല. ഐ നെവർ യൂസ്ഡ് ഇറ്റ്. അതിൻ്റെ ടേസ്റ്റ് ഒരുമാതിരി പുളിയായിരിക്കും. എൻ്റെ ബോഡി അതിന് അങ്ങോട്ട് അഡാപ്റ്റ് ആയില്ലായിരുന്നു. സെറ്റായി കാണുമല്ലോ അല്ലേ? ഇല്ല, അതത്ര സെറ്റായില്ല. അതിനുശേഷം താങ്കൾ ആരംഭിച്ചില്ലേ? ഇല്ല, ഞാൻ അതുകൂട്ട് കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും കുറച്ച് ദൂരെ ആയിരിക്കും. ഞാൻ അത്ര കോൺസെൻട്രേറ്റഡ്. താങ്കൾ ഇത്രത്തോളം ഭ്രാന്തായ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അതെ. ഇതിൽ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് ചോദിച്ചാൽ താങ്കൾ ഏതായിരിക്കും പറയുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഗജനിയോ? അതെയോ? അൺബിലീവബിൾ ആണെന്നോ? പക്ഷെ അതിൽ ഭ്രാന്തായിട്ട് എന്താ കാണിച്ചു കൂട്ടിയ? ഇല്ല, ഒരുപക്ഷെ താങ്കൾ ശരിക്കുള്ള ക്യാരക്ടർ വന്നില്ലെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഐ തിങ്ക് എൻ്റെ എല്ലാ ഡെസിഷൻസും എല്ലാ സിനിമയിലും വളരെ വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന അനുസരിച്ച് അത് താരേ ജമീൻ പർ. കാരണം ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ ആ കഥ കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുപോയി. അതിനുശേഷം എനിക്കകത്ത് തന്നെ ഞാൻ ആ ഫീലിങ്സ് അങ്ങോട്ട് ഒരുപാട് ഷെയർ ചെയ്യാനായിട്ട് നോക്കി. എൻ്റെ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി ഞാനത് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. അതിൽ ഹീറോയിൻ ഇല്ല. അതൊരു കുഞ്ഞിൻ്റെ കഥയാണ്. ചൈൽഡ് ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു സിനിമയാണ്. ഒരുപാട് പേര് ചോദിച്ചു, എന്താ ഡോക്യുമെൻ്ററി ചെയ്യുക? അല്ല, ഞാൻ സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിസ്ലെക്സിയെക്കുറിച്ചുള്ള സിനിമയെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ എന്താണെന്ന് അവർ ചോദിച്ചത്. ആക്ച്വലി ഇതൊരു വളരെ കഷ്ടമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഓഡിയൻസ് വന്ന് ആ എടുത്ത വിധമുണ്ടല്ലോ, അത് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒരു വകയിൽ ഈ സിനിമ മൂലം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉണർന്നിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ വളരെ ഡിഫറെൻറ്റ് വിഷനിലാണ് കണ്ടത്. ഞാൻ എൻ്റെ പിള്ളേരെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് കണ്ടത്. എന്നെ സംബന്ധിച്ച് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ മുഴുവൻ ഓഡിയൻസിനും അതൊരു ഇമ്പോർട്ടൻറ്റ് സിനിമയാണ്. ആ സിനിമ മൂലം ഈ സൊസൈറ്റിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിള്ളേരുടെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ.
അത് ആക്ച്വലി എനിക്ക് വളരെ സന്തോഷമാണ്. ഒരുത്തരുടെ ജീവിതം തന്നെ മാറുന്ന ആ സമയമൊക്കെ. ഇതുപോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വളരെയധികം സന്തോഷമാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ഭ്രാന്തിൻ്റെ ലിസ്റ്റിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. താങ്കൾ നല്ല സിനിമ എടുത്തു, അത് നന്നായിട്ട് റീച്ച് ആകുകയും ചെയ്തു. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഈ സിനിമ എടുത്തത് കാരണം താങ്കളുടെ മേലുള്ള ഭ്രാന്തൻ എന്നുള്ള പേര് ഞാൻ തിരിച്ചെടുക്കുകയാണ്. അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ചാർജ് റിട്ടേൺ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.